മുമ്പേ നമ്മൾ കോക്കാൽക്ക് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അതിന് തുടർച്ചയായിട്ടുള്ളൊരു കാര്യമാണിത്. കാരണം കഴിഞ്ഞ വർഷം നമ്മൾ പൂർണ്ണമായിട്ടും ഓൺലൈനായിട്ട് തന്നെയാണ് എല്ലാ ക്ലാസ്സും നടന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ട് നമുക്കുണ്ടായിരുന്നു. അന്നേരം നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു, പരീക്ഷയ്ക്ക് മുമ്പെങ്കിലും നമുക്ക് ഒന്ന് ലാബിൽ കയറിയിട്ട് നമുക്കൊരു ചെറിയൊരു പ്രാക്ടിക്കലെങ്കിലും ചെയ്യാൻ പറ്റും എന്നൊരു ധാരണ നമുക്കുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അവസാനത്തെ ഒരു 5-6 ദിവസം മാത്രമേ നമുക്ക് ലാബിൽ കയറി, അതായത് പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പേ മാത്രമേ നമുക്ക് ലാബിൽ കയറിയിട്ട് നമുക്കത് ചെയ്യാൻ സാധിച്ചുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ആലോചിച്ചപ്പം ഇപ്രാവശ്യവും നമുക്ക് ലാബിൽ കയറാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ പോലും നമുക്ക് അപ്പോൾ പലർക്കും അതായത് ആദ്യമായിട്ട് നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ മൊബൈൽ ഉപയോഗിച്ചാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മൊബൈൽ ഉപയോഗിച്ച് ചെയ്തിട്ട് പെട്ടെന്ന് കമ്പ്യൂട്ടറിലേക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഇപ്രാവശ്യം നിങ്ങൾക്കുണ്ടാവരുത് അങ്ങനൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടാവരുത് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പുതിയൊരു പ്ലാറ്റ്ഫോമിലാണ്, അതായത് തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞ ടെക്സ്റ്റ് സ്റ്റുഡിയോ, വെർബ് ടെക്ക്, കോക്കാൽക്ക് അങ്ങനെയുള്ള പ്ലാറ്റ്ഫോം അല്ലാതെ നമ്മുടെ ലാറ്റെക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഓൺലൈനായിട്ട് ഒരു പ്ലാറ്റ്ഫോമുണ്ട്. അത് ഓവർലീഫ് എന്നാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ കമ്പ്യൂട്ടറിലാണെങ്കിലും ശരി തന്നെ, മൊബൈലിലാണെങ്കിലും ശരി തന്നെ ഒരുപോലെ യൂണിഫോമായിട്ട്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന ആൾക്കാർ ഒരു പ്രത്യേക മെത്തേഡിലാണ് ചെയ്യുന്നത്, മൊബൈലിൽ ചെയ്യുന്ന ആൾക്കാർ ഒരു പ്രത്യേക മെത്തേഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് മെത്തേഡ്സ് ആയിപ്പോയി. അപ്പോൾ ഇതെല്ലാം കൂടെ ഒറ്റ മെത്തേഡാവാൻ വേണ്ടി, അതായത് പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ ചെയ്യാനുള്ള സംവിധാനം ലാബിൽ നമ്മൾ സെറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇതിനാകെ വേണ്ടത് നല്ലൊരു ബ്രൗസറാണ് നിങ്ങൾക്ക് വേണ്ടത്. ബ്രൗസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, മോസില്ല ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം, സഫാരി, അങ്ങനെയുള്ള ഒരുപാട് ബ്രൗസേഴ്സ് ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരു നല്ലൊരു ബ്രൗസർ മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. അത് മൊബൈലിലാവട്ടെ, നിങ്ങളുടെ ഡെസ്ക്ടോപ്പിലാവട്ടെ, ലാപ്ടോപ്പിലാവട്ടെ, എന്തിലും ആവട്ടെ. അപ്പോൾ ഒരു ബ്രൗസർ മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. പിന്നെ ഈ ഓവർലീഫ് എന്ന് പറയുമ്പം ഇപ്പോൾ നമ്മളിതാണ്ട് ഈ സ്ക്രീനിൽ കാണുന്ന ഇതാണ് നമ്മളതിൻ്റെ വെൽക്കം സ്ക്രീൻ എന്ന് പറയുന്നത്. അത് ഓവർലീഫ് OVERLEAF.com. ഇത് നിങ്ങൾ ആ ബ്രൗസറിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേജിൽ നിങ്ങൾ എത്തും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉപയോഗിക്കാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പേജ് ഇങ്ങനെയായിരിക്കും. ഇവിടെ നമുക്കൊരു നമ്മൾ സാധാരണ ഇമെയിൽ അഡ്രസ്സൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ, ഇമെയിൽ അഡ്രസ്സൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മളൊരു അക്കൗണ്ട് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതൊരു 1 ടൈം പ്രോസസ്സാണ്. ആദ്യത്തെ ഒരു തവണ മാത്രമേ നിങ്ങളോട് ഇത് ചോദിക്കത്തുള്ളൂ. അപ്പം ഞാനിവിടെ ഓൾറെഡി ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജിമെയിൽ അക്കൗണ്ട് ഓൾറെഡി ഉള്ള ആളായിരിക്കും. അപ്പം നിങ്ങൾ പ്രത്യേകിച്ച് ഒരു പാസ്വേഡ് നിങ്ങളിവിടെ കൊടുക്കണ്ട, ലോഗിൻ വിത്ത് ഗൂഗിൾ കൊടുത്താൽ മതി. ഇനി നിങ്ങൾ ഒഫീഷ്യലായിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി പ്രത്യേക ഒരു ഇമെയിൽ തുടങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഇതിൻ്റെ കുറേ പരസ്യങ്ങളൊക്കെ അതിനകത്ത് വരും. അപ്പോൾ അത് കുഴപ്പമില്ല, നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി, അതിനകത്ത് കാര്യമില്ല. അപ്പോൾ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ഒരു ഇമെയിൽ അഡ്രസ്സ് ഏതുമാവട്ടെ, പക്ഷേ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാസ്വേഡ് നിങ്ങൾക്കറിയണം. കാരണം ചിലപ്പോൾ പാസ്വേഡ് മറന്നു പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ റിക്കവറി അതായത് പാസ്വേഡ് റിക്കവറിക്ക് ചോദിക്കുമ്പോൾ ആ ഇമെയിൽ അഡ്രസ്സിലേക്കായിരിക്കും നിങ്ങളുടെ വരുന്നത്, അതിൻ്റെ റിക്കവറി മെയിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വെറുതെ തോന്നിയൊരു അഡ്രസ്സ് കൊടുത്തിട്ട് കാര്യമില്ല. നിങ്ങളുടെ യഥാർത്ഥ ഒരു ഇമെയിൽ അഡ്രസ്സ് തന്നെ അവിടെ കൊടുക്കണം. ഞാനിവിടെ ലോഗിൻ വിത്ത് ഗൂഗിൾ, എനിക്ക് ഈ പേരിൽ ഇതെൻ്റെ ജിമെയിൽ അഡ്രസ്സാണ്. അപ്പോൾ അതിനെനിക്കത് ഗൂഗിൾ അക്കൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ലോഗിൻ വിത്ത് ഗൂഗിൾ കൊടുക്കുക. അപ്പോൾ ഞാൻ 2-3 അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഏത് അക്കൗണ്ടാണെന്ന്, ഇപ്പോൾ നമ്മുടെ മൊബൈലിൽ തന്നെ നമുക്ക് ഒന്നിലധികം അക്കൗണ്ടുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് എൻ്റെ ഇമെയിൽ അക്കൗണ്ട് കൊടുത്തപ്പോൾ എനിക്ക് ഇങ്ങനൊരു പേജ് ഓപ്പണായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ഡൗട്ട്സ് എന്നും ഫസ്റ്റ് എന്നും പറയുന്ന ആൾക്കാരുണ്ടാവില്ല. കാരണം ഇത് ഞാൻ തൊട്ട് മുമ്പേ ഒരു ചെറിയൊരു പരീക്ഷണം നടത്തിയതാണ്. അപ്പോൾ ഇങ്ങനെ തൊട്ട് മുമ്പേ അല്ല, ഒരു 2 മാസം മുമ്പ് ഞാൻ ഉപയോഗിച്ചിരുന്നു. ശരി. അപ്പം ഇതാണ് ഇതിൻ്റെ
ഫസ്റ്റ് സ്ക്രീൻ. അതായത് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ സ്ക്രീനാണ് ഇത്. അപ്പോൾ ഇവിടെ പിന്നെ അപ്പോൾ ഇത്രയും വരെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കണം. നിങ്ങൾ നേരത്തെ തൊട്ട് മുമ്പേ കണ്ട എന്താ പറയുക കോക്കാൽക്ക് എന്നുള്ള സാധനം നമ്മളിപ്പോൾ വേണ്ട. കോക്കാൽക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്തൊരു ലാംഗ്വേജ് ഉണ്ട്, പിന്നെ സേജ് മാത്ത് എന്ന് പറയുന്നത്. അത് പഠിക്കുന്ന സമയത്ത് നമുക്ക് കോക്കാൽക്ക് എടുക്കാം. ഇനി ഇവിടെ ഇപ്പോൾ ഇത് മാത്രം ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇനി ഒരു 2 ദിവസം കൊണ്ട് നിങ്ങളെന്ത് ചെയ്യുക, ഈ ഒരു സാധനം സെറ്റപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുക. ഇവിടെ നമുക്ക് പരീക്ഷണം നടത്താം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു പിന്നെ എന്താ പറയുക നിങ്ങൾ ചെയ്യുന്ന അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ ഫയലുകളും നിങ്ങൾ ഇതിനകത്ത് തന്നെ അവർ സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യേണ്ട, ഒരു സാധനം നമ്മൾ എന്ത് ചെയ്യേണ്ട, കോപ്പി ചെയ്ത് വെച്ചേക്കണ്ട. അപ്പോൾ നമ്മുടെ പ്രോജക്റ്റുകളും എല്ലാ സാധനങ്ങളും ഇതിനകത്ത് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു സാമ്പിളായിട്ട് ഞാനിവിടെ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാം. അപ്പം ഇതിനകത്ത് മെയിനായിട്ട് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വർക്കെന്ന് പറയുന്നത് ഒരു ഫോൾഡറായിട്ടാണ് ഇവിടെ കീപ്പ് ചെയ്യുക. അപ്പം നമ്മളിവിടെ ക്രിയേറ്റ് എ ന്യൂ ഫോൾഡർ, ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒന്നും ഉണ്ടാവില്ല, ഈ ടൈറ്റിൽ ഓണർ എന്ന് മാത്രമേ കാണുള്ളൂ. അപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് എ ന്യൂ ഫോൾഡർ എന്ന് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് എന്ന് ഞാനിവിടെ ആദ്യമേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെക്കൻഡ് എന്ന പേരിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. സെക്കൻഡ് എന്ന പേരുള്ള ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ അത് ഞാൻ ആ ഫോൾഡറിനകത്തായി ഇനി ഒരു കാര്യം ചെയ്യാം, ഇതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ടോപ്പിൽ ഒരു സാധനമില്ല. അപ്പോൾ ഇവിടെ ന്യൂ ഫോൾഡർ എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് എന്ന് തന്നെ പേര് വിളിക്കാം. ഫസ്റ്റ് എന്ന പേരുള്ള ഒരു ഫോൾഡർ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ബ്ലാങ്ക് പ്രോജക്റ്റ്. ഞാൻ തൽക്കാലം ഒരു ബ്ലാങ്ക് പ്രോജക്റ്റ് തുടങ്ങാം. ഞാൻ അതിനെ ഫസ്റ്റ് എന്ന് പേര് വിളിക്കുക. FIRST, ഫസ്റ്റ് എന്ന് പേര് വിളിച്ചു. അപ്പോൾ ഇങ്ങനെയായിരിക്കും അതിൻ്റെ സ്ക്രീൻ വരും. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പിന്നെ നോക്കാം. അതായത് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സാധനമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കത്തുള്ളൂ. ഈ സാധനം എങ്ങനെ ടൈപ്പ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്കതിൻ്റെ ബാക്കിയുള്ള ക്ലാസ്സുകൾ പിന്നെ വരുന്നുണ്ട്. ഞാനിപ്പോൾ തൽക്കാലം ഈ ഓവർലീഫിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത് മൊബൈലിലൊക്കെ നിങ്ങളൊന്ന് എടുത്തൊക്കെ പരിചയപ്പെട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്ലാസ് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഒരു ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഞാൻ എൻ്റെ പേര് ടൈപ്പ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ചെയ്യാനുള്ള പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ ഈ ബിഗിൻ ഡോക്യുമെൻറ്റിൻ്റെയും എൻഡ് ഡോക്യുമെൻറ്റിൻ്റെയും ഇടയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഇപ്പോൾ തൊട്ട് മുമ്പേ ഉണ്ടായിരുന്നതിൻ്റെ ഔട്ട്പുട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ റീകമ്പൈൽ എന്ന് പറയുന്ന ഒരു ബട്ടണുണ്ട്, റീകമ്പൈൽ. അപ്പോൾ റീകമ്പൈൽ എന്ന് പറയുന്ന ബട്ടണിനകത്ത് നമ്മൾ പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നെറ്റ് കണക്ഷൻ അവിടെ ആവശ്യമുണ്ട്. നെറ്റ് കണക്ഷൻ ആവശ്യമുണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര സൂപ്പർ ഡൗൺലോഡിംഗ് ഒന്നുമല്ല, ഭയങ്കര മൂവി ഡൗൺലോഡ് ചെയ്യുന്നത് പോലെ അത്ര ഇതൊന്നും എടുക്കത്തില്ല. പക്ഷെ പിന്നെ കുറച്ച്, അതായത് ഇത്രയും മാറ്റർ അപ്ലോഡ് ആവും. എന്നിട്ട് അത് പിന്നെ ഓവർലീഫിൻ്റെ സെർവറിൽ ചെന്നിട്ട് അത് കമ്പൈൽ ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ കാണിച്ചു തരും.
അപ്പം ഇവിടെ വേണമെങ്കിൽ അടുത്ത് ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്യാണ്. ദിസ് ഈസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ സ്പെല്ലിംഗ് തെറ്റല്ലേ, എക്സ്പീരിയൻസ് ഇൻ എന്താണ് ഓവർലീഫ്. ദിസ് ഈസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ ഓവർലീഫ് ബൈ, ഞാൻ പറയുന്നതായിട്ട് എഴുതിയിരിക്കുകയാണ്. ദിസ് ഈസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ ഓവർലീഫ് എന്ന് എഴുതിയിട്ട് ഞാനിവിടെ റീകമ്പൈൽ അമർത്തുന്നു. അപ്പോൾ ആ സെൻറ്റൻസ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പറയാൻ പോകുന്നത് എപ്പോഴും ഈ ബിഗിൻ ഡോക്യുമെൻറ്റിൻ്റെയും എൻഡ് ഡോക്യുമെൻറ്റിൻ്റെയും ഇടയിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ചും പിന്നെ ബാക്കിയുള്ള ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുമാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മളിനിയിപ്പം ഈ 2 വീഡിയോസും കണ്ടതിന് ശേഷം നിങ്ങൾ ആകെ കൂടെ ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. ഓവർലീഫ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾ കയറുക. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഇമെയിൽ ID ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു ഓവർലീഫിനകത്ത് ഒരു അക്കൗണ്ട് എടുക്കുക. എന്നിട്ട് അതിനകത്ത് നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞതുപോലെ ഒരു ന്യൂ ഡോക്യുമെൻറ്റ്, ഇപ്പോൾ കാണിച്ചതുപോലെ ഒരു ന്യൂ ഡോക്യുമെൻ്റ് എടുത്തതിന് ശേഷം ഒരു ഫോൾഡർ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. കാരണം നമ്മളൊരു പ്രോജക്റ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് പിക്ചറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ എപ്പോഴും നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ഒരു ന്യൂ ഡോക്യുമെൻ്റ് ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം നമ്മളിവിടെ ഒരു ന്യൂ ഫയൽ ഉണ്ടാക്കി എന്നിട്ട് അതിനകത്ത് ഇങ്ങനൊരു ഫയൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്ത് ആദ്യം തന്നെ കുറച്ച് മാറ്റർ ഉണ്ടാവും. നമുക്കതൊക്കെ ആദ്യം ഞാൻ ഡിലീറ്റ് ചെയ്തതുപോലെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈ 3 വരി മാത്രം ബാക്കി വെച്ചേക്കുക. അതായത് /ഡോക്യുമെൻറ്റ് ക്ലാസ് ആർട്ടിക്കിൾ എന്നുള്ള വരിയും /ബിഗിൻ ഡോക്യുമെൻറ്റും /എൻഡ് ഡോക്യുമെൻറ്റും വെച്ചിട്ട് ബാക്കിയെല്ലാം നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക. അത് കഴിഞ്ഞിട്ട് ഈ ബിഗിൻ ഡോക്യുമെൻറ്റിന് എൻഡ് ഡോക്യുമെൻ്റ് ഇടയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സെൻറ്റൻസ് ടൈപ്പ് ചെയ്തതിന് ശേഷം റീകമ്പൈൽ എന്ന് പറയുന്ന ബട്ടൺ അമർത്തുക. അപ്പോൾ റീകമ്പൈൽ എന്ന് പറഞ്ഞ ബട്ടൺ അമർത്തി കഴിയുമ്പോൾ ഇവിടെ നിങ്ങളുടെ ഔട്ട്പുട്ട് കാണിക്കും. ഈ ഔട്ട്പുട്ട് നിങ്ങൾക്ക് മറ്റാർക്കെങ്കിലും കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കണമെങ്കിലോ ചെയ്യണമെങ്കിൽ ഇവിടെ അതിൻ്റെ ഡൗൺലോഡ് PDF ഉണ്ട്. അപ്പം ഇവിടെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ PDF ഫയൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിലേക്കും, നിങ്ങൾ കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് വരും, മൊബൈലിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഇതിനകത്തേക്ക് ഡൗൺലോഡ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങളൊരു പ്രൊജക്റ്റാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളിതിൽ ചെയ്തതിന് ശേഷം ഷെയർ എന്ന് കൊടുത്തിട്ട് അതെവിടെ നിന്നാണോ പ്രിൻ്റ് എടുക്കുന്നത് അവിടുത്തെ ആളുടെ ഇമെയിൽ അഡ്രസ്സിലോട്ട് അയക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഇമെയിൽ അഡ്രസ്സിലോട്ട് നിങ്ങൾക്ക് അയക്കാൻ പറ്റും. അപ്പോൾ ഞാനൊന്ന് ആ PDF ഡൗൺലോഡ് ചെയ്യുന്നത് കൂടെ ഒന്ന് കാണിക്കാം. അപ്പോൾ PDF ഡൗൺലോഡ് ചെയ്യുന്നു. അപ്പോൾ അതാ PDF ഇതാണ് നിങ്ങളുടെ ഔട്ട്പുട്ടായിട്ടുള്ള, അതായത് first.pdf എന്ന് പറയുന്ന ഔട്ട്പുട്ടും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഓവർലീഫ് എന്ന് പറയുന്ന ഇതിലൂടെ നമ്മൾ അപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ വർഷം നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഇതാണ്. പിന്നെ വേറെ നമ്മുടെ സിലബസിനകത്ത് ടെക് സ്റ്റുഡിയോ ഉപയോഗിച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ കമ്പ്യൂട്ടർ വീട്ടിലുണ്ടാവണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഇപ്പം കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും ഇപ്പം നിങ്ങളുടെ കയ്യിൽ നിങ്ങളിപ്പോൾ ഈ ക്ലാസ് കാണുന്നത് തന്നെ മൊബൈലിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്മാർട്ട് ഫോണിൽ തന്നെ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഈ പറഞ്ഞ ഇതേ സാധനം, അതായത് ഓവർലീഫ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന കമ്പ്യൂട്ടറിലാണ്, പക്ഷേ ഇതേ ഇൻ്റർഫേസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പക്ഷേ എല്ലാം കൂടെ കുറച്ച് അടുത്തടുത്തായിരിക്കുന്നേ ഉള്ളൂ. ടൈപ്പ് ചെയ്യാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ തൽക്കാലം നമുക്കതേ നിവർത്തിയുള്ളൂ. പിന്നെ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ ആകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ലാബിൽ വെച്ച് നമുക്ക് ബാക്കിയുള്ള പരീക്ഷയ്ക്ക് മുമ്പെങ്കിലും നമുക്ക് ലാബ് 1-2 ആഴ്ച നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ന പ്രതീക്ഷയോടുകൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ് നമുക്ക് തുടങ്ങാം. അപ്പോൾ തൽക്കാലം നിങ്ങൾ 2 ദിവസം കൊണ്ട് നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഞാൻ തൊട്ട് മുമ്പേ ഉള്ള ഇൻട്രൊഡക്ഷൻ്റെ ക്ലാസ് തൊട്ട് മുമ്പേ നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഇൻട്രൊഡക്ഷൻ്റെ ക്ലാസ്സും പിന്നെ അവസാനം ഇത് മാത്രം ചെയ്താൽ മതി. കാരണം കഴിഞ്ഞ വർഷത്തെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്തത്, ടെക് സ്റ്റുഡിയോൻ്റെ കാര്യവും വെർബ് ടെക്കിൻ്റെ കാര്യവും നമ്മൾ ചെയ്തത്. പക്ഷേ പിന്നെ അന്ന് എനിക്കിത് അറിയാമായിരുന്നു. പക്ഷേ ഇത് ഇത്രയും, അതായത് ഞങ്ങളൊക്കെ ഇത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നെറ്റൊന്നും ഇത്ര ഫ്രീ അല്ലായിരുന്നു. ഫ്രീ എന്ന് പറഞ്ഞാൽ ഇത്രയും അതായത് 4G ഒന്നും അല്ലായിരുന്നു. 4G സ്പീഡും 3G ഒന്നുമില്ല. ഞങ്ങളൊക്കെ 2Gയുടെ സമയത്തുള്ള ആൾക്കാരാണ്. അപ്പം
ആ സമയത്തൊന്നും നെറ്റ് ഇത്രയും സ്പീഡല്ലായിരുന്നു. പിന്നെ ഈ ഓവർലീഫ് എന്ന് പറയുന്ന സാധനം ഇപ്പോഴാണ് കുറച്ചും കൂടെ നല്ല രീതിയിലേക്ക് വന്നത്. അപ്പം നെറ്റ് എല്ലാവർക്കും അവൈലബിൾ ആയ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സാധനം ഓൺലൈനായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരീക്ഷയ്ക്കും നമുക്കിത് തന്നെ ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് തൽക്കാലത്തേക്ക് ഒന്നും തന്നെ, അതായത് ലാറ്റെക്കിന് വേണ്ടി നമ്മളൊന്നും തന്നെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയും കൂടെ ഒരു നേട്ടം നമുക്കുണ്ട്. നമുക്ക് നെറ്റ് കണക്ഷൻ മാത്രം മതി, കമ്പ്യൂട്ടറിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ട, ലാറ്റെക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ശരി.